വെൽക്കം ടു രൂപാസ് കിച്ചൻ. ഇന്ന് നമ്മൾ ഈ ചൂര മീൻ കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മീൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാൻ 1/2 കിലോ ചൂര മീൻ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മീൻ വെച്ച് വേണമെങ്കിലും ഈ രീതിയിൽ കറി ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു ചട്ടി വെച്ചിരിക്കുകയാണ്. അതിൽ വന്നിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആ എണ്ണ ഒന്ന് ചൂടായ ഉടനെ നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചോണേ. ഉലുവ ഒന്ന് കൂടിപ്പോകരുതേ. 1 ടീസ്പൂൺ കടുകും കൂടെ ചേർത്തു. ഉലുവ കൂടിപ്പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു കയ്പുണ്ടാകും. അപ്പോൾ ഒരു 3 വറ്റൽമുളക് അതും ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില. പിന്നെ ഇപ്പോൾ ഇതിൽ ചേർക്കാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 3 പച്ചമുളക്, ഇത്രയും വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ അതിൽ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറണം. ഈ ചട്ടി ചൂടായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ ആയിക്കോളും. ഇതിൻ്റെ കൂടെ ഒരു 20 ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് ഞാനിങ്ങനെ ചെറുതായിട്ട് നീളത്തിന് കട്ട് ചെയ്ത് വെച്ചിരുന്നു, അതും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി വന്നിട്ട് നല്ല രീതിയിൽ വഴറ്റണം. ഇപ്പോൾ കണ്ടോ, ചെറിയ ഉള്ളി നല്ലപോലെ വഴണ്ടിട്ടുണ്ട്. ഇതിൽ നമുക്കിനി കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിൽ ഞാൻ 1.5 ടീസ്പൂൺ പിന്നെ മല്ലിപ്പൊടി ചേർക്കുന്നു കേട്ടോ. 1.5 ടീസ്പൂൺ മതി. എന്നുവെച്ചാൽ നമ്മൾ കുറച്ച് മീനല്ലേ എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് മുളക് പൊടി ചേർക്കണം. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. 2 ടീസ്പൂൺ നിറച്ച് ചേർക്കുന്നുണ്ട്. പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പിന്നെ ചേർത്തോളാം കേട്ടോ. ഇതിപ്പോൾ നോർമലായിട്ടുള്ള എരിവായിരിക്കും, കൂടുതലുമില്ല കുറവുമില്ല, അങ്ങനെയായിരിക്കും. അപ്പോൾ ആ പൊടികളൊക്കെ നല്ല രീതിയിലൊന്ന് ചൂടാകണം. പെട്ടെന്ന് തന്നെ ചൂടായി. കണ്ടോ, ഒരു തക്കാളി ഞാൻ ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് അരച്ച് വെച്ചിരുന്നു, അതും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണവും കൂടെ നല്ല രീതിയിൽ മാറിക്കിട്ടണം. അതുവരെ ഒന്ന് വഴറ്റണം. അത് നല്ല വഴണ്ടിട്ടുണ്ട്. കണ്ടോ, തിക്കായിട്ട് എണ്ണയൊക്കെ പിരിഞ്ഞു വരുന്നുണ്ട്. ഇതിൽ നമുക്കിനി കുറച്ച് വെള്ളം ചേർക്കണം. 1 കപ്പ് വെള്ളം ഞാൻ ചേർക്കുന്നേ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3 പീസ് കുടംപുളി ഞാൻ കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്, അത് ചേർക്കുകയാണ്. മീഡിയം സൈസിലുള്ള 3 പീസ്. ഇതിപ്പോൾ കറക്റ്റ് പുളിയായിരിക്കും. മീനിന് കുറച്ച് പുളി വേണം. നിങ്ങൾക്ക് തീരെ പുളി ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഒരു 2 പീസ് ഇടാം, വലിയ പീസ് 2 പീസ് ഇടാം. കുറച്ച് ഉപ്പ് ചേർക്കുന്നേ. നമ്മളിപ്പോൾ ഈ പുളിയൊക്കെ നല്ല രീതിയിൽ തിളച്ച് കഴിയുമ്പോഴേ നമുക്ക് ഉപ്പും പുളിയൊക്കെ കറക്റ്റായിട്ട് നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് തിളയ്ക്കണം. കണ്ടോ, തിളച്ച് വരുന്നു. ഇനി നമ്മൾ മീനിൻ്റെ കഷ്ണങ്ങൾ ഇതിലിട്ട് കൊടുക്കാം. മീൻ കഴുകുമ്പോൾ എപ്പോഴും ശകലം വിനീഗർ ഒഴിച്ച് കഴുകുകയാണെങ്കിൽ നീറ്റായി കിട്ടും കേട്ടോ. ഇതുപോലെ നല്ല വെളുത്തിട്ട് അതിൻ്റെ കളറൊക്കെ മാറി നല്ല നീറ്റായിട്ട് കിട്ടും. സ്മെല്ല് തീരെ കാണത്തില്ല. ഇപ്പോൾ ഇത് നമ്മൾ മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുക്കുന്നത് നമ്മളിപ്പോൾ സ്പൂൺ വെച്ച് വേണമെങ്കിൽ ഇളക്കി കൊടുക്കാം. ആ മീൻ കഷ്ണങ്ങൾ ഉടയാതെ നോക്കി ഇളക്കി കൊടുക്കണം. ഇനി ചൂര മീനായതുകൊണ്ട് വലിയ കുഴപ്പമില്ല, ഇല്ലാത്ത മീനാണെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ഇപ്പോൾ വേണമെങ്കിൽ പുളിയും ഉപ്പിൻ്റെയൊക്കെ ടേസ്റ്റ് നോക്കാം. നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അറിയാൻ പറ്റും. കുറച്ച് ഉപ്പ് കുറവുണ്ട്. പുളി എരിവൊക്കെ കറക്റ്റാണ് കേട്ടോ. ഇത് തീരെ ഗ്രേവി വെള്ളം പോലെ ഇരിക്കത്തില്ല, തീരെ കട്ടിയായിട്ടില്ല, നോർമലായ ഒരു ഗ്രേവി ആയിരിക്കും കിട്ടുന്നത്. ഇനി മൂടി വയ്ക്കാം. 10 മിനിറ്റ് ആയിട്ടില്ല. അപ്പോൾ നോക്കൂ, ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം.
ഗ്രേവിയൊക്കെ പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാനേ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ കറി കേട്ടോ. നല്ല ടേസ്റ്റായിരിക്കും. പുട്ടിൻ്റെ കൂടെ കഴിക്കാനും അതുപോലെ ചോറിലൊക്കെ കഴിക്കാനേ നല്ലൊരു മീൻകറി തന്നെയാണ്. ഇതിൻ്റെ കൂടെ ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കുന്നേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. അപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തേക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചല്ലോ. ഓക്കെ, അപ്പം ഞാൻ ഇതുപോലെ ഒന്നുകൂടെ ചുറ്റിച്ച് വെച്ച് കൊടുക്കുന്നു. ഇപ്പോൾ കണ്ടോ, നമ്മുടെ മീൻകറി സൂപ്പറായിട്ടുണ്ട്. മീൻകറിയായി ഇങ്ങനെ തന്നെ വേണം കേട്ടോ. ഇതുപോലെ ഒന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓക്കെ, താങ്ക് യു.